വേറെ ഒന്നല്ല കോഴിക്കറി. എങ്ങനെയാണ് നമുക്ക് കോഴിക്കറി വെക്കാനുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കുറെ പേര് ചോദിച്ചിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ചിക്കൻ റോസ്റ്റ് പിന്നെ അതുപോലെ 3 ചേരി വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് നിങ്ങൾ സപ്പോർട്ട് വേണം, അതിലേതിരിക്കാൻ പറ്റില്ല, ഞാൻ എടുത്തത് പറയാണ്. അപ്പൊ ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും കഴിച്ചു നോക്ക്. ഗരം മസാലയൊന്നും വാരി വലിച്ചിടാതെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ 2 ചേരുവകൾ നിങ്ങൾ പൊടിച്ച് ചേർക്കുക, അത്ര മാത്രം മതി. ഞാൻ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം അളവ് എടുക്കുക, കൂടുതൽ എടുക്കരുത്, അപ്പൊ കുത്തെടുക്കും. അപ്പൊ അതേ അളവിൽ ചെയ്യുകയാണെങ്കിൽ നല്ല മണം എന്ന് വെച്ചാൽ അടാറും മണമാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അടാറും മണമാണ്, നല്ല രുചിയും കഴിക്കാൻ പെട ടേസ്റ്റാണ്. അപ്പൊ ഞാൻ തന്നെ തള്ളി മറിച്ചിട്ട് ഒരു വിധം എന്റെ വീഡിയോ ഇത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് നിങ്ങൾ എപ്പോഴും കമന്റ്സും ഫീഡ്ബാക്കും പറയുന്ന പോലെ പറയാം. അത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എങ്ങനെയാ നമുക്ക് തയ്യാറാക്കാന്ന് നോക്കാം. അപ്പൊ ഞാൻ ഒരു ഇൻഡാലത്തിന്റെ ഉരുളി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിൽ ഉപയോഗിക്കും. അപ്പൊ ഇതിൽ വെളിച്ചെണ്ണ ഉണ്ട്, കാണാനില്ല അല്ലേ? ഒരേ കളറല്ല, വെളിച്ചെണ്ണയിൽ ഒഴിക്കുമ്പോൾ കാണില്ല. അപ്പൊ അതെ വെളിച്ചെണ്ണ ഉണ്ട് ഇതില്. അപ്പൊ ഇത് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടും കുറക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, അധികം ചൂടാവുന്നുണ്ട്, അവിടെ ആകെ പൊട്ടിത്തെറിച്ച് കൊളാവും. കുറച്ച് വേപ്പില. ഇപ്പൊ നമ്മുടെ വേപ്പില ചൂടായി വന്നിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചിലവര് പറയും വേപ്പിലാണോ കക്കണ വേപ്പില അല്ല. നമ്മുടെ അവിടെ പറയാ കറിവേപ്പിലേനും വേപ്പില എന്നാ പറയാ. മറ്റേ കക്കണ വേപ്പിന്റെ അല്ലേനും നമ്മുടെ അവിടെ കക്കണ വേപ്പിന്റെ അല്ലാന്ന് എടുത്ത് പറയും. വേപ്പില എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ കറിവേപ്പിലേനും ഞാൻ വേപ്പില എന്ന് പറയാറ് കേട്ടോ നമ്മുടെ അവിടെ. ഇനിയിപ്പോ ഓരോരുത്തരുടെ ഓരോ രീതിയാവും. പിന്നെ അതുപോലെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി ഞാൻ നന്നാക്കി തൊഴിലാഞ്ഞ് ഇടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ഏകദേശം ഒരു 1.25 ഇഞ്ച്. അപ്പൊ ഇത് ടോട്ടൽ ഒരു 2.5 ഇഞ്ച്. ചിലവരിങ്ങനെ അളവ് ചോദിക്കും, അതാണ് ഞാൻ എടുത്തെടുത്ത് പറയണേ. ഒരു 2-2.5 ഇഞ്ച് നീളമുള്ള ഇതേ കഷ്ണം. ഇനിയിപ്പോ ഇഞ്ചി മാറി പോലും ഇതേ കഷ്ണത്തിന് എടുക്കുക നിങ്ങൾ കേട്ടോ. ഒരു 2 കഷ്ണം ഇഞ്ചിയും പിന്നെ നമുക്ക് വെളുത്തുള്ളി വേണം. വെള്ളുള്ളി എന്ന് പറയുന്ന സംഭവം അതെന്ന് വെച്ചാൽ ഒരു 10 അല്ലി എടുത്താൽ മതി. ഇത് ഞാൻ നാടനാണ് എടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾ നാടെടുക്കാൻ നോക്കാം, അപ്പൊ ഒന്നൊരു രുചി കൂടും. ഒരു 10 അല്ലി വെള്ളുള്ളിയും ഈ 2 കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് നല്ല ചതച്ചെടുത്തോളൂ. അപ്പോഴാണ് കറിയിലേക്ക് നല്ല ഫ്ലേവർ ഇറങ്ങുക അതിന്റെ കറിയിലേക്ക്. അപ്പോൾ നല്ല ഒന്ന് ചതച്ചെടുക്കുക. ഇഞ്ചി വെള്ളുള്ളി ഉണ്ടല്ലോ അതെ ചതച്ച് വെച്ചത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല പിച്ചി പറക്കിയാട്ടോ അതിന്. അതിങ്ങനെ കപ്പ കൂടി കൊടുക്കും ഉണ്ടൊട്ടിയിട്ട്. അപ്പൊ അതൊന്ന് പിച്ചി പറിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ ഇഞ്ചി വെള്ളുള്ളിയൊക്കെ ഒന്ന് നല്ല മൂക്കട്ടെ കേട്ടോ. ആ മണമൊക്കെ അതിലേക്ക് ഇറങ്ങണം. അപ്പൊ തന്നെ നല്ല മണം. ഈ മണം വീഡിയോ കൂടെ വരാനുള്ള നല്ല സെറ്റപ്പ് ഉണ്ടാണോ. ഇപ്പൊ നമ്മുടെ ഇഞ്ചിയും വെള്ളുള്ളിയൊക്കെ ഒന്ന് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. എന്നാൽ നല്ല കരിമുരാനായിട്ടില്ല കേട്ടോ. അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവായാൽ മതി. ആ നേരത്തെ നമ്മൾക്ക് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. 3 സവോളയാണ് ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തേക്കണത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ഉള്ളി നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ സവോള ചേർത്ത് കൊടുത്തത് അത്യാവശ്യമല്ല നല്ല ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങളിപ്പോ വീഡിയോയുടെ ഹെഡിങ്ങിൽ കണ്ട പോലെ ആ ഒരു മാന്ത്രിക കൂട്ട് എന്താന്നല്ലേ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചിന്തിച്ചിരിക്കുന്നുണ്ടാവുക. മാന്ത്രിക കൂട്ട് വേറെ ഒന്നുമല്ല, പ്രത്യേകിച്ച് എല്ലാവരും ചിലപ്പോൾ ചെയ്യുന്നതാവാം വീടുകളിൽ, എങ്കിലും ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പെരിഞ്ചീരകം പൊടിച്ചതാണ് കേട്ടോ മെയിൻ ആയിട്ട് ഇതിന്റെ കൂട്ട് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഗരം മസാല ഒന്നും ചേർക്കില്ല. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ നമ്മൾ 1 കിലോ ചിക്കൻ അല്ലേ, 1 കിലോ ചിക്കൻ ആവുമ്പോ കറക്റ്റ് നമ്മൾ അളവ് സ്പൂണിൽ പറയുകയാണെങ്കിൽ 1.5 സ്പൂണ് പെരിഞ്ചീരകം നമ്മൾ ഇതുപോലെ പൊടിച്ചത്. വറക്കാനൊന്നും നിൽക്കണ്ട, വെറുതെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അത് നമ്മൾ ഒരു 1.5 ടീസ്പൂണ്. ഇനി ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, വറുത്തതല്ല, വെറുതെ നമ്മൾ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്ത പച്ചപ്പൊടിയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ വയറ്റടയിൽ ഇടണത്. ഇനിയിപ്പോ വറുത്ത് പൊടിച്ച് വെക്കണവരാണെങ്കിൽ ഇങ്ങനെ മൂപ്പിക്കണം എന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത പൊടികൾ ഇതിൽ കൊണ്ട് തട്ടാം. മല്ലിപ്പൊടി ഞാനിപ്പോ ഇവിടെ 1 കിലോ ചിക്കൻ അല്ലേ എടുത്തേക്കണേ. അപ്പൊ ഒരു 2 സ്പൂണ് നിറച്ചെടുത്തോ. ഇങ്ങനെ വടിച്ചെടുക്കണ്ട, ഇങ്ങനെ കുമിച്ചെടുത്തോ. അതില് ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി. മുളക് പൊടി നമുക്കൊരു 2 ടീസ്പൂണ് മതി. ചാറുകറി അല്ലേ, അപ്പൊ അധികം എരിവ് വേണ്ട. ഒരു 2 ടീസ്പൂണ് മുളക് പൊടി. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതൊന്നേ മൂത്ത് വരട്ടെ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കൻ. നമുക്ക് ചിക്കൻ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ 1 കിലോ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ.
ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതേ ഞാൻ ഏലക്കായ എടുത്തിട്ടുണ്ട് 1 2 3 4 5 6 7 8 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇതേ ഈ ഒരു വലിപ്പം പാടുള്ളൂ. ഇതിലും വലിപ്പമുള്ള ഏലക്കായ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എണ്ണം കുറച്ചോളോ. കൂടുതൽ ഏലക്കായ ആവുമ്പോൾ എന്താണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ കുത്തു കൂടും ഏലക്കയുടെ. അപ്പം ഈ ചെറുമണി ആണെങ്കിൽ ഇത്ര ഒരു എത്ര എണ്ണ ഞാൻ 8 8 എടുക്കാം. വലുതാണെങ്കിൽ ഒരു 6 ഒക്കെ മതിയാവും കേട്ടോ. അപ്പൊ ഇതേ 1 കിലോ ചിക്കനിലേക്ക് ഞാൻ ഇത്രയും ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇത് ചതച്ചെടുക്കുക, മിക്സിയിൽ പൊടിക്കണ്ട, പൊടിച്ച് ചേർത്താലും വേറെ കുത്താം. അപ്പൊ നമുക്ക് ഇടിക്കല്ലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുള്ള ഏലക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഗരം മസാല ഒന്നും ഇതിൽ ചേർക്കണ്ട. ഇത്രയും സാധനങ്ങൾ മാത്രം മതി കേട്ടോ നമുക്ക്. നല്ല ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ചിക്കനിന് അത്യാവശ്യം വെള്ളം ഇറങ്ങും നമുക്ക്. അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കണ്ട. ഒരു പേരിന് നമുക്ക് ആ ചിക്കന് ഒന്ന് നനച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം മതി കേട്ടോ പേരിന്. ഒന്ന് ചിക്കൻ നമുക്ക് നനച്ചു കൊടുക്കാം. മൂടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അവിടെ നിന്ന് തിളക്കട്ടെ, ഒരു 5 മിനിറ്റ് അവിടെ നിന്ന് തിളക്കട്ടെ. ഇത് നമ്മൾ ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തുറന്ന് നോക്കാൻ കണ്ടോ, ഒന്നുകൂടി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോ ഒരു കാണിച്ചു തരാം. ഇപ്പൊ ഇതിൽ ഈ ഒരു കയ്യില് ഇതിപ്പോ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഈ ഒരു നേരത്തെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഇനി ഇത് വേവിച്ചെടുക്കണം ചിക്കൻ. നമ്മൾ സവാളയിൽ ആദ്യം ഉപ്പിട്ടുണ്ടായിരുന്നു. അത് ഈ ഗ്രേവിയിൽ കറക്റ്റാണോ നോക്കുക. അല്ലെങ്കിൽ ഈ നേരത്ത് നിങ്ങൾ ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ചിക്കനിലേക്കൊക്കെ കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി മൂടി വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ബ്രോയിലർ ചിക്കൻ അല്ലേ, പെട്ടെന്ന് ആയിക്കോളും. നാടൻ ചിക്കനൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പൊ നമ്മളിത് ഒരു 10-15 മിനിറ്റ് മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, അധികം തീ കൂട്ടി വെക്കരുത്. നല്ല മണമാണ് ഇവിടെയൊക്കെ. നിങ്ങൾക്ക് കാണാനുണ്ടോ ഫോട്ടോയിൽ ക്ലിയർ ആയിട്ട്? കറിയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതില് ഗരം മസാല നിങ്ങൾ ടേസ്റ്റ് നോക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് വേണം എന്ന് തോന്നണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. വേണ്ടി വരില്ല ഒരിക്കലും. നിങ്ങൾക്ക് മസാലയുടെ ആ ഒരു കുത്തും ഇതൊക്കെ കറക്റ്റായിട്ട് കിട്ടും. തന്നെ നല്ലൊരു മണമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കറി തയ്യാറാക്കി നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മള് എന്റെ മാതാവ് ഇത് എന്തും ഉള്ളിട്ടില്ല. ഈ സമയത്ത് നമ്മളിതില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി അടുത്തത് നമ്മുടെ മല്ലിപ്പൊടി എങ്ങനെ ഈ അളവ് സ്പൂൺ ഇതിലിടല് എളുപ്പമുള്ള കാര്യമില്ല ഭർത്താവ്. ഇത് വീഴാത്ത നല്ല ഒന്ന് ചേർത്ത് ഇളക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഹലോ, അതെ ഇതാരും ഇപ്പൊ മിക്സി അടിക്കണ ഇവിടെ. ഞാൻ റെഡി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ മിക്സിയും ഡ്രില്ലും എല്ലാം ഒരുമിച്ച പിന്നെ ഇവിടെ. എല്ലാം കൂടി ഒരുമിച്ച